ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ അജ്മോനും ജംഷിയൊക്കെ പോയിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നിന്നത്. നല്ല ചപ്പാത്തിയും കടലക്കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അജുവിന് ഇവിടെ അടുത്തത്തെ മദ്രസയിൽ തന്നെ ആയതുകൊണ്ടേ പെട്ടെന്നാണ് ഓടാനൊക്കെ. കാരണം നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞേക്കും ചെയ്യാം, പേടിച്ചാൽ നായ്ക്കളെ വേറെ പേടിച്ചും വേണ്ട, ഒറ്റക്ക് പോകാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഉസ്താദും കുട്ടികളൊക്കെ അവിടെ എത്തിയേക്കും. ഓനെ സ്പീഡിൽ വണ്ടിയായിരുന്നു. ജംഷിയൊക്കെ അങ്ങനെ പോയി ചാടിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ ചാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അജ്മോനും സ്കൂൾക്ക് കൂട്ടാണ്ടാക്കി കിഴങ്ങ് പൊരിച്ചാൽ എഴുതി അയിമക്ക് നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇസു നീച്ചിക്കണു. ഓനെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓനെടുക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചിരുന്നു. അപ്പോൾ ഓൻ്റെ മുന്നിൽ ഞാൻ എന്തൊക്കെ കഴിക്കാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഓനങ്ങനെ അയിമ ഇരിക്കുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കണ ഇടയിൽ പിന്നെ ഗ്യാസിനൊക്കെ കയറി വരവും തിരക്കൊക്കെ ആയിരുന്നു. അതങ്ങനെ സ്റ്റൗവിലിട്ടിട്ട് ഞാൻ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ തട്ടിക്കൊട്ടലും മടക്കി വെക്കലും അങ്ങനെ നിന്നു. അപ്പോൾ ഈ ജനൽ തുറന്നിട്ട് ഓന് അജ്മോനെ വിളിച്ചാണ് അവിടുന്ന്. ജോജോ ജോജോ വിളിച്ചിരുന്നു ഇസാപ്പ് അവിടുന്ന്. അപ്പോൾ അജ്മോൻ മദ്രസ വിട്ട് വരാനും ആയിരുന്നു. ഓൻ മദ്രസ വിട്ട് വന്നപ്പോൾ ഞാൻ പിന്നെ ഓന് ചായയും കഞ്ഞിയും ഒന്നും കുടിച്ചാൽ നിന്നില്ല. ഓൻ നേരെ ഉമ്മമാർക്ക് പോവുകയാണ് പറഞ്ഞു. യൂണിഫോം ഒന്നും ഇടാതെയാണ് മദ്രസക്ക് പോയിരുന്നത്. അപ്പോൾ ഓന് ഉമ്മമാർക്ക് പോവുകയാണ് പറഞ്ഞപ്പോൾ പിന്നെ ഓൻ അങ്ങനെ വേറെ റെഡി ആക്കി കൊടുക്കുകയായിരുന്നു. ഞാൻ പോണില്ല കരുതി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ അജു ചോദിച്ചിരിക്കണു ഇസുവിനോട്, ഇജ് പോരുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓനില്ലാന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഓനോട് സ്കൂളത്തെ ഓരോ കൂട്ടങ്ങളൊക്കെ പറഞ്ഞു ഓനെ റെഡി ആക്കി കൊടുക്കുകയായിരുന്നു. സ്കൂളിൽ ഇട്ടുകൊണ്ട് വരുമ്പോൾ ആകെ ഡ്രസ്സ് ആകെ അൽക്കുലക്കാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതാ ഈ അജ്മോൻ പോകണണ്ടപ്പോൾ ഇസുവിനും പോകണമെന്നാണ് ഇസു പിന്നാലെ മണ്ടി. അപ്പോൾ ഏതായാലും ഞങ്ങളും പോട്ടെ പിന്നാലെ. എടാ കുട്ടീനെ പൊടി. അപ്പോൾ അതാ ഞങ്ങൾ അജ്മോനൊക്കെ സ്കൂൾക്ക് പോയി അല്ലേ. അജ്മോനൊക്കെ സ്കൂൾക്ക് പോയി. ഇനി കുറച്ച് ടൈം ഇങ്ങനെ കുറച്ച് നേരം പിന്നെ ഇന്നാണെങ്കിൽ ഒന്നും ഒരുങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ പണികളും കാര്യങ്ങളൊക്കെ ഒരുങ്ങണതാണ്. ഇന്നൊന്നും ഒരുങ്ങിയിട്ടില്ല. കച്ചറ കാട്ടി നടക്കണം ഇസാപ്പ്. കുടിയിൽ നിന്നാണ് അജ്മോ സ്കൂൾക്ക് പോയത്. അജ്മോനൊക്കെ പോയി ഞങ്ങളിത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ താത്താൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടുന്ന് കയറണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കയറി. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, 8:40 ആകുമ്പോൾ ബസ് വരും. പിന്നെ അല്ലെങ്കിൽ 9:05 ആകുമ്പോഴാണ് വരവ്. പിന്നെ മദ്രസും ഉണ്ടായിരുന്നു. ഇവിടുത്തെ മദ്രസകൾ ശനി ഞായറും ഇല്ല, അല്ലാതെ തിങ്കൾ മുതൽ വെള്ളി വരെയാണ്. രാവിലെ 4 തുടങ്ങും. 7:45 7 വരെയൊക്കെയാണ് ഉണ്ടാവുക. വികൃതി കാട്ടല്ലേ എന്നുവെച്ച് പറയട്ടെ. അപ്പോൾ ഓന് മദ്രസൊക്കെ വിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെ കുടിക്ക് പോയത്. കുടിയിൽ നിന്നാണ് കഞ്ഞി കുടിച്ചത്. ഇവിടെ നിന്ന് കഞ്ഞി കുടിച്ചാൽ നിന്നില്ല. അപ്പോൾ ഓന് പോകണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് തീർന്നപ്പോൾ ഞാൻ ഫോൺ കുത്തി വെച്ചിട്ടാണ് എൻ്റെ ബാക്കിൻ്റെ പണികളൊക്കെ എടുത്തത്. അപ്പോൾ ഞാൻ വേഗം ചോറ് വെച്ചു. ചോറൊന്നും അന്ന് വെച്ചിരുന്നില്ല. ഞാൻ അജ്മോനെ പറഞ്ഞയച്ചിട്ട് വെക്കാതെ എടുത്തിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് ഞാൻ എന്നും കുക്കറിലാണ് വെക്കല്. അപ്പോൾ ഞാൻ മൺകുടുക്കിയിൽ അങ്ങനെ അടുപ്പത്ത് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ കടന്ന് വേവിടാൻ എഴുതിയിട്ടുണ്ട്. അടിച്ചിലും തുടക്കലൊക്കെ ഞാൻ തട്ടിക്കൊട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ നിൽക്കാലോ കരുതിയിട്ട് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ പണിയെടുക്കാൻ പോയത്. ബീഫ് എന്തായാലും വേവണുള്ളൂ. ബീഫ് വേവായിട്ടില്ല. ഞാൻ ഉള്ളിൽ കൂടി ഒക്കെ നേരാക്കട്ടെ. ഈസുകുട്ടനെ അവിടെ ടി വി മഴയൊക്കെ ഒന്ന് ചോർന്നു നിൽക്കണം. അപ്പോൾ മലയൊക്കെ നേരെ കാണുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരമൊന്നും മല അവിടെ ഉണ്ടെന്ന് തന്നെ തോന്നിയിരുന്നില്ല. അമ്മാതിരി കാറ്റും മഴയൊക്കെയായിരുന്നു. പിന്നെ അപ്പുറത്ത് തറവാട് ഇരുന്നത് അത് പൊളിച്ചണ തിരക്കൊക്കെയാണ്. ഇന്നലെയൊക്കെ പണിക്കാരുണ്ടായിരുന്നു. ഇന്നൊന്നും പണിക്കാരില്ല അവിടെ. ചെറിയ ചൂല് കൊണ്ടുപോയിട്ടത് അവിടെ.
പിന്നെ എൻ്റെ അടിച്ചലും തുടക്കലും കുളി ജീസുവിൻ്റെ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഓന് ഉമ്മമാർക്ക് പോകണമെന്നാണ്. കാരണം പണിയൊക്കെ ഒരുങ്ങി ഞാനും ഓനും ഒറ്റക്കാരും ജംഷിയാക്ക് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ കുറച്ച് ടൈം ഓൻ ടി വി ആണ്. അപ്പോൾ ടി വി ഉണ്ട് ഓന് വെറുത്താലും പിന്നെ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഓരോ വിക്രസാട്ടിയിട്ടേക്കരാം. അപ്പോൾ ഓന് അവിടെ അനിയത്തിയുടെ താത്തി എല്ലാവരും ഉണ്ട്. അപ്പോൾ കുടിക്ക് പോകണമെന്നാണ് വാശി പിടിച്ചപ്പോൾ പിന്നെ കൊണ്ടുവന്ന് അങ്ങനെ പോവുമായിരുന്നു. ഞങ്ങളങ്ങനെ പിന്നെ കുടിയിൽ പോയി. പിന്നെ ഞങ്ങളൊരു ഏകദേശം 3 മണിയൊക്കെ ആ നേരത്തെ ഞങ്ങൾ പിന്നെ തിരിച്ച് വന്ന് കുറച്ച് നേരം ഇതും അങ്ങനെ കടന്നുറങ്ങി. പിന്നെ ഉറങ്ങി നീച്ചപ്പോൾ പിരാന്ത് കുത്തിരിക്കും ഒരു അന്തമുട്ട മട്ടിൽ. ഞങ്ങളുടെ വീട്ടിൽ കുറേ കാലമായിട്ട് ഉണ്ടായതാണ്. കൊല്ലങ്ങളായിട്ടുണ്ടാവും കുഴിച്ചിട്ടിട്ടുണ്ട്. ഒരു കൊല്ലം കൊണ്ടൊക്കെ കായ്ച്ചെന്നിറങ്ങാണ്ട് വാങ്ങിയതാണ്. ഇതുവരെ ഇതുമെന്ന് അറുത്ത് തിന്നാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഇതുമ്പോൾ ഉണ്ടായിക്കൊണ്ട് 8-10 ഏകദേശം ഉണ്ടായിട്ടുണ്ടാവും. ഇതാക്കണം, എൻ്റെ വീട്ടിലും ഇതും ഒപ്പം വാങ്ങിയതാണ്. അവിടെ ഇടക്കും തിരക്കൊക്കെ ഓരോന്നെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടും. ഇവിടെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം എന്തായാലും കുഴപ്പമില്ലാതെ 10 പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലായതൊക്കെ ഞങ്ങൾ അറുത്ത് നോക്കട്ടെ എന്താക്കൊരു അവസ്ഥ എന്നാവും പഴുത്താൽ. മൂത്തുക്കണല്ലേ ഈ ചില സപ്പോർട്ട് നമ്മൾ ആയിന്ന് കരുതി അറുത്ത് വെച്ചാലുണ്ടല്ലോ അതൊരു ടേസ്റ്റ് കിട്ടില്ലല്ലോ. കടയിൽ നിന്ന് വാങ്ങാൻ സപ്പോർട്ടുണ്ട്. ചില സപ്പോർട്ട് അങ്ങനെ ചില സപ്പോർട്ട് നല്ല മധുരവും കാര്യങ്ങളുണ്ട്. ചിലത് അതിന് മാത്രം ഒരു പുളിപ്പ് വരികരം ഉള്ളിൽ ഒരു കെട്ട മാരി കൊണ്ട് വരികരം. അപ്പോൾ അത് ഇറക്കുമ്പോൾ ജംഷിയാക്ക് ഓരോന്ന് ഇങ്ങനെ ഇത് എവിടുന്ന് വാങ്ങിയത് ആരാ വാങ്ങിയത് എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കിയിരുന്നു. അപ്പോൾ എൻ്റെ വാപ്പ അവിടെ കുടിയിൽ വാപ്പ ഒരു തൈ വാങ്ങിയപ്പോൾ ഇവിടേക്ക് ഒരു തൈ വാങ്ങിക്കാണ്ട് തന്നെയാണ്. അങ്ങനെ കുഴിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ അവിടുത്തെ കുടിയിൽ ഇടക്കും തിരക്കൊക്കെ എപ്പോഴും 1-2 കിട്ടും. ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഇത് വാങ്ങി കുഴിച്ചിടുമ്പോൾ ഇതുമ്പോൾ സാധനം ഉണ്ടായിരുന്നു. കണ്ടിട്ട് അങ്ങനെ അവിടേക്ക് ഇവിടേക്കും ഓരോന്ന് വാങ്ങിയതാണ്. പിന്നെ ഇത് കുഴിച്ചിട്ടുണ്ടായിട്ട് ഇന്നേ വരെയുമ്പോൾ അറക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് അൽഹംദുലില്ലാ അറക്കാൻ കിട്ടിയിരിക്കുന്നത്. ഇതുവരെ പഴുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ കുടിയിട്ട് പോയി. കാടാട്ടോ ചെറി ഓനെ കൊണ്ടോണ്ട പോവുക എവിടേക്കാണ് ജൂജി കൊണ്ടുവരാനോ ഇബുനെ കൊണ്ടുപോവാ. അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അജുമോൻ്റെ സ്കൂൾ വിടേണ്ട ബസ് വരുന്ന ടൈം ആയപ്പോൾ ഞാനങ്ങനെ വീട്ടിലേക്ക് ഇസുവിനായിട്ട് പോയി. ഓന് കരുതണം ഓന് ഒന്നില്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ. എവിടുന്ന് അവൻ ബസ് കയറിച്ചാൽ അവിടെ ചിലപ്പോൾ ഇറങ്ങണം ഓന്. അവിടെ ഇപ്പോൾ താത്തിക്കൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ ഓളെ കുട്ടികളൊക്കെ ഒപ്പം ഓന് അവിടെ ഇറങ്ങാൻ വേണ്ടി അങ്ങനെ നിൽക്കും. പിന്നെ അവിടുന്ന് അങ്ങനെ വന്ന് പിന്നെ മഗ്‌രിബൊക്കെ ആയി. അങ്ങനെ ഓൻ്റെ കുളിയും വായനയൊക്കെ കഴിഞ്ഞപ്പോൾ ഓന് ഉറക്കം വരികയാണ് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ചോറ് കൊടുക്കാൻ നിന്നു. കാരണം ഇനി ഉറങ്ങിയാൽ പിന്നെ ആ ചോറ് കഴിച്ചാൽ ബുദ്ധിമുട്ടാക്കരം. അപ്പോൾ ഉറക്കത്തേക്ക് ഇങ്ങനെ എത്തിയപ്പോൾ ഞാൻ ടി വി ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ ചോറ് കഴിച്ചത് ഓന്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.